ഒരിക്കലൊരു ഹസ്ബൻഡും അയാളുടെ ഭാര്യയും ഒരു ട്രിപ്പിന് പോയി. ബസ്സിൽ യാത്ര ചെയ്യവേ ചുറ്റിനും മലകളുള്ള ഒരു വഴിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് അവിടെ ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെ അവർ ബസ്സിൽ നിന്നും ഇറങ്ങി. ബസ് അധികം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ പാറക്കല്ല് ബസ്സിൻ്റെ മുകളിലേക്ക് വന്ന് വീണു. എല്ലാവരും മരണപ്പെട്ടു. ആ അപകടം നേരിൽ കണ്ട ആളുകൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളും മരണപ്പെട്ടു പോകുമായിരുന്നില്ലേ. എന്നാൽ ദമ്പതികൾ അതിനൊരു മറുപടി നൽകി, അങ്ങനെയല്ല, ഞങ്ങൾ ആ ബസ്സിൽ തന്നെ ഉണ്ടാകണമായിരുന്നു. ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആലോചിക്കുന്നത് എന്ന് അവിടെ നിന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. അവർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മറുപടി നൽകിയതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാമോ? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ ആ ബസ്സിൽ നിന്നും ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആ സമയത്തിനുള്ളിൽ ബസ് പാറക്കല്ലിനെ മറികടന്ന് മുന്നോട്ട് പോയാനേ. അങ്ങനെ വലിയ ഒരു അപകടം ഒഴിവായാനേ. ഞങ്ങൾ ഇറങ്ങിയതാണ് ഏറ്റവും വലിയ അപകടത്തിന് കാരണമായത്. ഈ ദമ്പതികളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും? ഭൂരിഭാഗം ആളുകളും ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ എന്നേ ചിന്തിക്കൂ. കാരണം മനുഷ്യൻ എപ്പോഴും അവർക്ക് തന്നെ പ്രയോറിറ്റി നൽകുന്നവരാണ്. എന്നാൽ ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളുടെ ചിന്തകൾ മാറണം. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പോസിറ്റീവായി ചിന്തിച്ചാൽ പോരാ, മറ്റുള്ളവർക്കും അതിലൂടെ നന്മ കാണാനായിട്ട്, നന്മ വരാനായിട്ട് ആഗ്രഹിക്കണം. സഹജീവികളോട് സ്നേഹവും കരുണയും എമ്പതിയും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അല്ലാത്തവർ സ്വാർത്ഥരായ മൃഗങ്ങൾ മാത്രമാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.